ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രയർ മീഡിയ ബൈ അഞ്ജന രാജ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഞണ്ട് കറി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല ജീവനുള്ള ഞണ്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കറി വെക്കാനായിട്ടുള്ള പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്യാം. ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ടുള്ള ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും കടുക് വറുത്താ ചെയ്യുന്നത്, അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഞണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സവോള എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന 3 സവോളയാണ്, കാരണം അത്യാവശ്യം നമുക്ക് ഞണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കുക്കിംഗ് ഇറക്കുമ്പോഴേക്കും ഒരു സൈഡിൽ നമ്മുടെ അമ്മ ഞണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവോള വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ സ്പീഡിൽ വഴണ്ടി കിട്ടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറച്ചു നേരം ഇളക്കി കൊടുക്കാം. അതേസമയം നമുക്ക് തൊട്ടിപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാം അല്ലേ. അതിനായിട്ട് ചെറിയൊരു ചട്ടി നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇതിലാണ് നമുക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ ചൂടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ലേശം പെരിഞ്ചീരക പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ചൂടാക്കാം. കുരുമുളക് പൊടി പിന്നീട് നമ്മൾ കറിയിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മസാല നല്ലപോലെ ചൂടാക്കിയതിനു ശേഷം വഴറ്റിയ ഒരു സവോളയിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് തീ വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ മസാലയുടെ കളർ മാറി വരുന്നത്? കുറച്ച് നേരം കൂടെ അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി എടുത്ത്, ഇവിടെ നമ്മളിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം അത് വലുതായിരുന്നു, പിന്നെ നല്ല പഴുത്ത തക്കാളിയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നല്ല രീതിക്ക് ഇളക്കി കൊടുക്കും. അപ്പോഴേക്കും നമ്മുടെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ നല്ല രീതിക്ക് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഞണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് മുന്നായിട്ട് തക്കാളി വഴണ്ടിടുന്ന സമയം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഈ മിക്സിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ തക്കാളിയിലേക്കും ഈ ഒരു സവോളയിലേക്കും ആ മസാല നല്ലപോലെ പിടിക്കും. അങ്ങനെ ലേശമായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. ഞണ്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിക്ക് ഇളക്കിയും കൊടുക്കാം. ഗ്രേവി തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കും, കാരണം അതിൽ കിടന്നാണല്ലോ ഞണ്ട് വേവുന്നത്. ഈ സമയം നമുക്ക് ഇച്ചിരി കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നീട് പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പ് ലാസ്റ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കും. അപ്പോൾ ഈ വെള്ളത്തിന് അളവിനനുസരിച്ച് നമ്മൾ ഉപ്പിടാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് ആ ഗ്രേവിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. പിന്നീട് അത് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ മൂടി മാറ്റിയിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിക്കാണ്ട് നോക്കണേ. ഞണ്ട് ഇങ്ങനെ വെക്കാൻ സമയമില്ലാത്തവർക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. ഞണ്ടിനുള്ള ഗ്രേവി ഒരു സൈഡിൽ റെഡി ആകുമ്പോൾ മറു സൈഡിൽ ഞണ്ട് നല്ല രീതിക്ക് വേവിച്ചെടുത്തതിന് ശേഷം ഗ്രേവി റെഡി ആയി കഴിഞ്ഞ് അതിലേക്ക് ഞണ്ട് ആഡ് ചെയ്ത് ഇച്ചിരി ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നല്ല രീതിക്ക് മൂടി വെക്കുക. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ.